നമ്മൾ ഈ 7 ലെയറിനെ പറ്റി പഠിക്കുന്നത്, നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞ് ഫിസിക്കൽ ലെയർ, പിന്നെ ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ആ ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സെർവർ ബേസിൽ നോക്കുകയാണെങ്കിലും ക്ലയൻറ്റ് ബേസിൽ നോക്കുകയാണെങ്കിലും അതിൻ്റെ ആ ഒരു ഓർഡറിൽ വ്യത്യാസം പോലെ തോന്നും. കാരണം ഇപ്പോൾ നമ്മളൊരു റിക്വസ്റ്റ് സെർവറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതായത് ഒരു യൂസർ നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെയറുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷനിലായിരിക്കും. അതായത് ഈ ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്നതാണ് നമ്മുടെ വെബ് ബ്രൗസർ, ഇമെയിൽ, കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതിനുശേഷം അതിനകത്താണ് നമ്മൾ നമ്മുടെ സെർച്ച് ചെയ്യുന്നതും മെയിൽ അയക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കേസിൽ ആപ്ലിക്കേഷൻ ലെയറിലായിരിക്കും നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷനാണ് അതിന് വേണ്ട ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നതും സെഷൻ ലെയറൊക്കെ അതിൻ്റെ വർക്കിങ്ങൊക്കെ വരുന്നത്. പിന്നെ ട്രാൻസ്പോർട്ട് ലെയറിലാണ് നമ്മുടെ ഗേറ്റ് വേൻ്റെയും റൗട്ടറിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, ആ ഒരു ലെയറിലാണ് ബാക്കി നെറ്റ്വർക്കിംഗ് വരുന്നത്. അപ്പോൾ റിസീവ് ചെയ്യുന്ന, അതായത് സെർവറിൻ്റെ ഭാഗത്ത് എന്തായിരിക്കും, നേരെ തിരിച്ചായിരിക്കും. ആ ഒരു സിസ്റ്റത്തിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ സെൻഡ് ചെയ്ത, അതായത് ഫിസിക്കൽ കേബിൾ വഴി സെൻഡ് ചെയ്ത ഡാറ്റ അവരുടെ കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ അവരുടെ നെറ്റ്വർക്ക് സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ ലെയറിൽ വന്നു. പിന്നെ ഡാറ്റ ലിങ്ക് ലെയറിൽ നെറ്റ്വർക്ക്, ട്രാൻസ്പോർട്ട്, സെഷൻ, ആപ്ലിക്കേഷൻ, ലാസ്റ്റ് പ്രസൻറ്റേഷൻ ലെയർ പോലെ അവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, അതായത് മെയിൽ സെർവർ ഉണ്ടാവും. ആ സെർവർ അതിനുള്ള റിപ്ലൈ കൊടുക്കും. അങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, നമ്മൾ രണ്ട് രീതിയിലും അതിൻ്റെ വർക്കിംഗ് പഠിക്കണം. അതായത് ആപ്ലിക്കേഷൻ ലെയറിന്, പ്രസൻറ്റേഷൻ ലെയറിൽ, അങ്ങനെ ഓരോ രീതിയിലും എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡാറ്റ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഈ ഫിസിക്കൽ ലെയർ മുതൽ ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഫിസിക്കൽ ലെയറിൽ എന്തൊക്കെ ഡാറ്റയാണുള്ളത്, അതുപോലെ തന്നെ ഫിസിക്കൽ ലെയറിലേക്ക് വരുന്ന ലെയർ ഏതാണ്, അതാണ് ഇവിടെ മോൾ ഭാഗത്ത് ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞ് കൊടുത്തത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ലെയറിൽ പഠിക്കുന്നത് ഡാറ്റ ലിങ്ക് ലെയർ അല്ലേ. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിലേക്ക്, അതായത് ഫിസിക്കൽ ലെയറിലേക്ക് എവിടെ നിന്നാണ് ഡാറ്റ വന്നത്, ഡാറ്റ ലിങ്ക് ലെയറിന്. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിലുള്ള കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, അതിനകത്ത് എന്താണ്, ഫ്രെയിമായിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ അതിനകത്ത് ഹെഡറിനകത്ത് ഡാറ്റ ആഡ് ചെയ്യും അല്ലേ. ഏതൊക്കെ ഡാറ്റയാണ് ആഡ് ചെയ്യുന്നത്, ഹെഡറിനകത്തോട്ട് മാക് അഡ്രസ്സും അതുപോലെ തന്നെ എറർ കൺട്രോളിനുള്ള അഡ്രസ്സും. പിന്നെ ആ ഒരു നെറ്റ്വർക്ക്, അത് ഡാറ്റ ലിങ്ക് ലെയർ, അതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നതാണ് നെറ്റ്വർക്ക് ലെയർ. അപ്പോൾ നെറ്റ്വർക്ക് ലെയറിൻ്റെ ഔട്ടാണ് താഴെ ഡാറ്റ L3 ഡാറ്റ എന്ന് പറഞ്ഞു കൊടുത്തത് അല്ലേ, ഒരു മഞ്ഞ കളർ പോലെ L3 ഡാറ്റ. അപ്പോൾ L3 ഡാറ്റയിലേക്ക് പോകുന്ന ലെയറാണിത്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് ലെയറിനകത്ത് പാക്കറ്റുകളായിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത് ഡാറ്റേനെ. ഓക്കെ, ആ പാക്കറ്റിനെയാണ് തിരിച്ചെന്തായത് നമ്മുടെ ഡാറ്റ ലിങ്ക് ലെയറിൽ ഫ്രെയിം ആക്കിയിട്ട് മാറ്റിയത്. ഓക്കെ, നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ കാണുന്ന പാക്കറ്റ്സിനെയാണ് ഡാറ്റ ലിങ്ക് ലെയറിൽ ഫ്രെയിമുകളാക്കി മാറ്റിയത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരെ എന്താണ്, താഴത്തെ ലെയറിന് മുകളിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു എന്താണ്, ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു യൂസർ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ പാക്കറ്റിന് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു മിറർ ഇമേജ് ആയിരിക്കും എന്താണ് റൈറ്റ് സൈഡിൽ വരുന്നത്.
അല്ലേ? അത് നിങ്ങൾക്ക് ഓരോന്നിനും അത് ജസ്റ്റ് ഒരു ഇമാജിനേഷൻ കൊടുത്താൽ മതി. എന്താണ് ക്ലയൻറ്റിൻ്റെ സൈഡിൽ നെറ്റ്വർക്ക് ലെയറിനകത്തുനിന്ന് എന്താണ് ഡാറ്റ ലിങ്ക് ലെയറിലേക്കാണ് ഡാറ്റ ഫ്ലോ ചെയ്യുന്നത്. സെർവറിലാണെങ്കിൽ ഡാറ്റ ലിങ്ക് ലെയറിന് ട്രാൻസ്പോർട്ടർ ലെയറിലേക്കാണ് ഡാറ്റ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഈ ഒരു ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് ലെയർ പറഞ്ഞു, ട്രാൻസ്പോർട്ടർ ലെയറിനാണ് ഡാറ്റ വരുന്നത്. നമ്മളൊരു ക്ലയൻ്റായിട്ട് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ് നെറ്റ്വർക്ക് ലെയറിൻ്റെ നേരെ മുകളിലുള്ള ലെയർ ട്രാൻസ്പോർട്ട് ലെയർ ആയിരിക്കും. ഓക്കെ, ആ ട്രാൻസ്പോർട്ട് ലെയറിനാണ് നെറ്റ്വർക്ക് ലെയറിലേക്ക് ഡാറ്റ വരുന്നത്. അപ്പോൾ ആ റിസീവ് ചെയ്യുന്ന ഡാറ്റ ആണ് നമ്മൾ പാക്കറ്റുകളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ലെയറിൽ പാക്കറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം അതിനകത്ത് എന്താണ് IP അഡ്രസ്സ് ആഡ് ചെയ്യും. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോള്, ട്രാൻസ്മിഷൻ പ്രോട്ടോക്കോള് ഒക്കെ ആഡ് ചെയ്യും. ഓക്കെ, IP അഡ്രസ്സ് ആഡ് ചെയ്യും. IP അഡ്രസ്സ് ആഡ് ആ ഒരു ഡിവൈസ് നെറ്റ്വർക്ക് ലെയറിലാണ് റൗട്ടർ യൂസ് ചെയ്യുന്നത്. അതിന് താഴെ വരുന്ന ലെയറാണ്, അതിന് താഴെയല്ല അതിൻ്റെ മുകളിൽ വരുന്ന ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, അതായത് നെറ്റ്വർക്ക് ലെയറിന് മുകൾ ഭാഗത്ത് വരുന്ന ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. നമുക്ക് ഇവിടെ എഴുതിയ കാണാം നെറ്റ്വർക്ക് ലെയറിൻ്റെ നേരെ താഴെയായിട്ട് ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, ആ ട്രാൻസ്പോർട്ട് ലെയറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതിനകത്ത് പോർട്ട് അഡ്രസ്സാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, പോർട്ട് അഡ്രസ്സ് എന്നാൽ എന്താണ് നെറ്റ്വർക്ക് പോർട്ടുകളുണ്ട്. ഓക്കെ, അത് ഓരോ പോർട്ട് നമ്പറുകളാണ്. അത് കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്കിങ്ങിലെ ടൈമിൽ നമ്മൾ ഓരോ പോർട്ട് ഓപ്പൺ ചെയ്യുക, പോർട്ട് ക്ലോസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് എന്താണ് ഡാറ്റ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നത്. ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ട്, ഓരോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഓരോ പോർട്ട് ഉണ്ട്. ഓക്കെ, ആ പോർട്ട് നമ്പർ ഓപ്പൺ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഫയർവാള്, നമ്മൾ പറഞ്ഞു ഫയർവാളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഫയർവാളിൻ്റെ സെക്യൂരിറ്റി എന്താണ് ഓപ്പൺ ആയിട്ട് കിട്ടും. നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിനെ പാസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് വിടത്തുള്ളൂ. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ എൻഷുർ ദ മെസ്സേജ് ട്രാൻസ്മിറ്റഡ് ഇൻ ഓർഡർ വിച്ച് ദേ ആർ സെൻഡ് ആൻഡ് ദർ ഇസ് നോ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും പിന്നെ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അത് രണ്ടിൻ്റെയും വ്യത്യാസം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളിനകത്ത് അതായത് TCPക്കകത്ത് ഫസ്റ്റ് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. UDP ആണെങ്കിൽ കണക്ഷൻ ഉണ്ടോ കണക്ഷൻ ഇല്ലയോ എന്നൊന്നും നോക്കില്ല, ഡാറ്റ സെൻഡ് ചെയ്ത് കൊണ്ടേയിരിക്കും. അതായത് ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറായിട്ട് ഫസ്റ്റ് ഡാറ്റ കണക്ഷൻ കൺഫേം ചെയ്യുന്നില്ല. ഓക്കെ, കണക്ഷൻ കൺഫേം ചെയ്യാതെ ആണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്തും ഒരു എറർ കൺട്രോളിംഗ് ഉണ്ട്. ഓക്കെ, എറർ കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കും, ഡാറ്റ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കും. പക്ഷെ എന്താണ് ഏത് ഡാറ്റയാണ് മിസ്സിങ് അങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ UDPയിൽ കൊടുക്കത്തില്ല. ഓക്കെ, ജസ്റ്റ് ഇൻഫർമേഷൻ മിസ്സിങ് ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് മാത്രമാണ് UDPയിൽ സെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ TCP UDPയെ പറ്റി പഠിച്ചു. അതായത് എറർ കൺട്രോളും ഫ്ലോ കൺട്രോളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സെഷൻ ലെയറാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത് അല്ലേ? സെഷൻ ലെയറും പ്രസൻറ്റേഷൻ ലെയറും ആപ്ലിക്കേഷൻ ലെയറാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ 3 ലെയറും കമ്പ്യൂട്ടറിനകത്താണ് വരുന്നത്. ഓക്കെ, അതായത് വെബ് ബ്രൗസർ അതുപോലുള്ള നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു ഡിവൈസായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് റൂൾസുകളാണ്, ഓക്കെ, പ്രോട്ടോക്കോൾസുകളാണ് ഈ സെഷൻ ലെയറിലും പിന്നെ പ്രസൻറ്റേഷൻ ലെയറിലും ആപ്ലിക്കേഷൻ ലെയറിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ലെയർ 5
എന്താണ് സെഷൻ ലെയർ ഇസ് ലെയർ 5 ഇൻ OSI മോഡൽ. ഓക്കെ, 5ാമത്തെ ലെയർ ആണ് സെഷൻ ലെയർ എന്ന് പറയുന്നത്. The session layer is used to establish, maintain and synchronize the interaction between communication device. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന ഡിവൈസുകളെ എന്താണ് അതിൻ്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് സിങ്ക്രണൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സെഷൻ ലെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന ഒരു ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഫയൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാറ്റ മിസ്സിങ് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ചെക്ക് പോയിന്റ്സിനകത്ത് വെച്ചിട്ട് നമുക്കറിയാം ഏത് ഡാറ്റ ഏത് ചെക്ക് പോയിന്റിൽ വെച്ചിട്ടാണ് മിസ്സായത്. അപ്പോൾ ആ ഒരു ചെക്ക് പോയിന്റിൽ നിന്നിട്ടുള്ള ഒരു ഡാറ്റ വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഫുള്ള് ഡാറ്റ റീട്രാൻസ്മിഷൻ്റെ ആവശ്യമില്ല. ഏത് ചെക്ക് പോയിന്റിലാണോ ഡാറ്റ കറപ്റ്റ് ഉള്ളത് അവിടെ നിന്ന് റീട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ ഡയലോഗ് കൺട്രോൾ. സെഷൻ ലെയർ ആക്ട് ആസ് എ ഡയലോഗ് കൺട്രോളർ that creates a dialogue between two processes, or we can say that it allows communication between two processes which can either half duplex or full duplex. ഇപ്പോൾ ഈ ഒരു സെഷൻ ലെയറിനകത്ത് എന്താണ് ശരിക്കും ഒരു ഡിസിഷൻ ടേക്കിംഗ് അങ്ങനെയുള്ള ഒരു സെഷൻ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ സെഷൻ ഏതൊക്കെ സെഷനാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏത് സെഷനാണ് യൂസ് ചെയ്യേണ്ടത്, ഓക്കെ, ഏതൊക്കെ ഡിവൈസുകളാണ് ആക്ടിവേറ്റ് ആക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സെഷൻ ലെയറിനകത്ത് ഡിസിഷൻ എടുക്കുന്നത്. അതിനൊക്കെ പ്രോട്ടോകോൾസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത് ഇപ്പോൾ ഡാറ്റ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഫുൾ ഡ്യൂപ്ലക്സ് ആണോ ഹാഫ് ഡ്യൂപ്ലക്സ് ആണോ എന്നുള്ള ഒരു ഡിസിഷൻ, ഒരു ചോയ്സ് കൊടുക്കുന്നത് ഈ സെഷൻ ലെയറിനാണ്. ഓക്കെ, അങ്ങനെ ഒരു എന്താണ് ഡയലോഗ് കൺട്രോൾ. ഇപ്പോൾ ഏതാണ് തീരുമാനിക്കേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് കൊടുക്കുന്നത് ഈ സെഷൻ ലെയറിനകത്ത് നിന്നാണ്. അതുപോലെ തന്നെ സിങ്ക്രണൈസേഷൻ. ഈ സിങ്ക്രണൈസേഷനകത്താണ് ഈ ചെക്ക് പോയിന്റ്സ് ആഡ് ചെയ്യുന്നത്. സെഷൻ ലെയർ ആഡ്സ് സം ചെക്ക് പോയിന്റ്സ് വെൻ ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ ഇൻ എ സീക്വൻസ്. ഓക്കെ, ഓരോ സെഗ്മെൻറ്റുകളാക്കിയിട്ട് സീക്വൻസ് ബൈ സീക്വൻസ് ആയിട്ടാണ് ഫയൽ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സീക്വൻസിൽ ഏത് സീക്വൻസിലാണ് ഏത് സമയത്താണ് ഡാറ്റ മിസ്സിങ് ഉള്ളത് എന്നുള്ളത് ഈ ചെക്ക് പോയിന്റ്സ് ആണ് ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെൻ സം എറർ ഒക്കേഴ്സ്, if some error occurs in the middle of the transmission of data, then the transmission will be take place again from the checkpoint. അപ്പോൾ എവിടെ നിന്നാണോ ഡാറ്റ മിസ്സായത്, ഏത് ചെക്ക് പോയിന്റിൽ നിന്നാണോ ഡാറ്റ മിസ്സായത് ആ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഡാറ്റ 10 സെഗ്മെൻറ്റുകളായിട്ടാണ് സെൻഡ് ചെയ്യുന്നുള്ളത് കരുതുക. ഓക്കെ, 10 സെഗ്മെൻറ്റിൽ 1, 2, 3, 4 എന്ന രീതിയിൽ സെഗ്മെൻറ്റുകളെ ഒരു സീക്വൻസ് ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെക്ക് പോയിന്റ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ എന്താണ് 4ാമത്തെ ഡാറ്റ വരെ കിട്ടി, 5, 6, 7 കിട്ടിയില്ല എന്നുള്ള ഒരു എറർ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്താ ചെയ്യുന്നത്, വീണ്ടും തുടക്കം മുതലുള്ള 1, 2, 3 എന്നുള്ള ഡാറ്റ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ഡാറ്റയാണോ മിസ്സിങ്, ഏത് ചെക്ക് പോയിന്റിൽ നിന്നാണോ ഡാറ്റ മിസ്സിങ് ആ ഡാറ്റ മാത്രം സെൻഡ് ചെയ്താൽ മതി. അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സാണ് സിങ്ക്രണൈസേഷൻ ആൻഡ് റിക്കവറി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെക്ക് പോയിന്റ് വഴി ഡാറ്റ മിസ്സിങ് ആയിട്ടുള്ള ഡാറ്റ റീസെൻഡ് ചെയ്യുന്നതിന് ആണ് എന്താണ് റിക്കവറി, സിങ്ക്രണൈസേഷൻ ആൻഡ് റിക്കവറി എന്ന് പറയുന്നത്. ഇത് സെഷൻ ലെയറിലാണ് ഈ ഒരു സിങ്ക്രണൈസേഷൻ നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ്, കുറേ പ്രോട്ടോകോൾസ് ഉണ്ട് സെഷൻ ലെയറിനകത്ത്. അതിൽ വളരെ കുറച്ച് പ്രോട്ടോകോൾസ് ആണ് ഇവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതാം. ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട് സെഷൻ ലെയറിലൊക്കെ. ഒരു 10-15 പ്രോട്ടോകോൾസ് അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓരോന്നും ലിസ്റ്റ് ചെയ്യാം.
ഓക്കെ, ഞാൻ നേരത്തെ തന്ന ഒരു അസൈൻമെൻ്റ് ഇല്ലേ, അതിനകത്ത് നിങ്ങൾക്ക് മാക്സിമം ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഏതൊക്കെ പ്രോട്ടോകോൾസാണ് ഏതൊക്കെ ലെയറിലാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലെയർ ടു ഫോർവേഡിങ് പ്രോട്ടോകോൾ. ഓക്കെ, L2F അതൊരു പ്രോട്ടോക്കോളാണ്, ലെയർ ടു ഫോർവേഡിങ്. പിന്നെ ലെയർ ടു ടണലിംഗ് പ്രോട്ടോകോൾ. ഓക്കെ, ലെയർ ടു ടണലിംഗ് പ്രോട്ടോകോൾ അതൊക്കെ എന്താണ്, ഫയൽ ട്രാൻസ്ഫറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഫയൽ ഫോർവേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോട്ടോകോൾസുകളാണ്. പിന്നെ നെറ്റ് ബയോസ്, നെറ്റ്വർക്ക് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, നെറ്റ് ബയോസ് ആണ്. ബയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അതിനകത്താണ് ഡിവൈസുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതൊക്കെ അല്ലേ. അപ്പോൾ ഡിവൈസിനെ സിങ്ക്രണൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് ഈ നെറ്റ് ബയോസ്. ഓക്കെ, അങ്ങനെയുള്ള പ്രോട്ടോകോൾസാണ് സെഷൻ ലെയറിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് എന്താണ്, സിങ്ക്രണൈസേഷനാണ് നടക്കുന്നത്. പിന്നെ എന്താണ്, ചെക്ക് പോയിന്റ് ആഡ് ചെയ്യും. ഹെഡറിനകത്തോട്ടാണ് ഈ ചെക്ക് പോയിന്റർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സെഷൻ ലെയറിനകത്തുള്ള H5 എന്നുള്ള ഈ 5 കൊടുത്തത് 5th ലെയർ ആയതുകൊണ്ടാണ് കേട്ടോ. 5th ലെയർ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5 എന്നുള്ളത് കൊടുക്കുന്നത്. സെഷൻ ലെയറിൻ്റെ നമ്പർ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഹെഡറിനകത്തോട്ട് 5ാമതായിട്ട് വരുന്ന എന്താണ് ചേഞ്ചസ് ആണ് ഈ ചെക്ക് പോയിന്റ് ആഡ് ചെയ്യുന്നത്. പിന്നെ പ്രസൻറ്റേഷൻ ലെയറിനകത്ത് ശരിക്കും ഒരു ട്രാൻസ്ലേറ്റർ പോലെ വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് അറിയാം, ആപ്ലിക്കേഷൻ ലെയറിൽ നമ്മൾ ഒരു ഡാറ്റ, നമുക്ക് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതിനെ വീണ്ടും എന്താണ് ഈ കമ്പൈലർ അല്ലെങ്കിൽ പിന്നെന്താണ് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസംബ്ലർ, കമ്പൈലർ അതൊക്കെ യൂസ് ചെയ്തിട്ട് ആണ് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറ്റുന്ന ലെയറാണ് ശരിക്കും പ്രസൻറ്റേഷൻ ലെയർ. ദ പ്രസൻറ്റേഷൻ ലെയർ മെയിൻലി കൺസേൺഡ് വിത്ത് സിൻടാക്സ് ആൻഡ് സിമാൻറ്റിക് ഓഫ് ദ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ടു സിസ്റ്റംസ്. ഓക്കെ, സിമാൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ലേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, സിമാൻറ്റിക് ഓഫ് ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ്റെ ഒരു ട്രാൻസ്ലേഷനാണ് അവിടെ നടക്കുന്നത്. ഇറ്റ് ആക്ട് ആസ് ദ ഡാറ്റ ട്രാൻസ്ലേറ്റർ ഫോർ ദ നെറ്റ്വർക്ക്. പ്രസൻറ്റേഷൻ ഈ ലൈനിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ പ്രസൻറ്റേഷൻ ലെയർ ആക്ട് ആസ് എ ട്രാൻസ്ലേറ്റർ ഫോർ ദ നെറ്റ്വർക്ക്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയറിനകത്ത് നിന്ന് വരുന്ന ഡാറ്റനെ എന്താക്കും, എൻകോഡ് ചെയ്ത് ഒരു എന്താണ് ആസ്കി കോഡിനകത്ത് വരുന്ന ഡാറ്റ ആണെങ്കിൽ അതിനെ ബൈനറി ഫോർമാറ്റിലോട്ട് മാറ്റും. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യാം, അതിനെ എൻക്രിപ്റ്റ് ചെയ്യണം. അതായത് മറ്റുള്ളവർക്ക് എന്താണ് ഈ ഡാറ്റ മിസ്സാവാത്ത രീതിയിൽ, ഈ ഡാറ്റ ഇതിനകത്തുനിന്ന് ലീക്ക് ആവാത്ത രീതിയിൽ എൻക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, മറ്റുള്ളവർക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എൻക്രിപ്റ്റ് ചെയ്യും. അതിനുശേഷം എന്താണ് വീണ്ടും ഒന്ന് കംപ്രസ് ചെയ്യും. അപ്പോൾ ആ ഒരു 3 ഫംഗ്ഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. എൻകോഡിങ് നടക്കുന്നുണ്ട്, എൻക്രിപ്ഷൻ നടക്കുന്നുണ്ട്, പിന്നെ കംപ്രഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ആ 3 ഫംഗ്ഷനും ഇതിനകത്ത് നടക്കുന്നുണ്ട്. This layer is a part of operating system that converts the data from one presentation format to another format. ഓക്കെ, ഇതൊരു ഞാൻ പറഞ്ഞു ഈ 3 ലെയറും, സെഷൻ ലെയറും പ്രസൻറ്റേഷൻ ലെയറും ആപ്ലിക്കേഷൻ ലെയറും ശരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്താണ് വരുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷൻ ലെയറിനെയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെയറിനെയോ പറയാൻ പറ്റില്ല.
പക്ഷെ എന്താണ്, പ്രസന്റേഷൻ ലെയറിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്രസന്റേഷൻ ലെയറിനകത്തുള്ള പ്രോട്ടോകോൾസിൻ്റെ റൂൾ പ്രകാരമായിരിക്കും ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ എന്താണ് ഈ പ്രസന്റേഷൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസ് ആണ്, അല്ലെങ്കിൽ വിൻഡോസിനകത്തുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് എന്നല്ല ഉദ്ദേശിച്ചത്. പകരം പ്രസന്റേഷൻ ലെയറിനകത്തുള്ള പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ വിൻഡോസിനകത്ത് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുണ്ട് എന്നാണ്. ഓക്കെ, ദിസ് ലെയർ ഈസ് എ പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് കൺവേർട്സ് ദ ഡാറ്റ ഫ്രം presentation format to from one presentation format to another format. The presentation layer is also known as syntax layer. Syntax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മൾ ഡോസ് കമാൻഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിൻടാക്സ് പഠിക്കും. ഒരു എന്താണ്, ഒരു റൂള്, ഒരു കമാൻഡ് റൺ ചെയ്യണമെങ്കിൽ ഒരു റൂളുണ്ട്. ഇപ്പോൾ എന്താണ് dir എന്ന് പറഞ്ഞ് ഡയറക്ടറി ലിസ്റ്റിങ്ങിനുള്ള ഒരു കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ dir/d എന്ന് ഡ്രൈവ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രൈവ് ലെറ്ററിലുള്ള ഡയറക്ടറി കാണിക്കും. dir/c എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സി ഡ്രൈവിനകത്തുള്ള ഡയറക്ടറി ലിസ്റ്റിംഗ് കാണിക്കും. ഓക്കെ, അപ്പോൾ അതിന് നമ്മളൊരു സിൻടാക്സ് എന്ന് പറയും. dir സ്പേസ് ലൊക്കേഷൻ സ്പേസ്, അങ്ങനെ അതാണ് സിൻടാക്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ള ഒരു ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റേഷൻ ലെയർ ഓൾസോ നോൺ ആസ് സിൻടാക്സ് ലെയർ. ഓക്കെ, ഡാറ്റ ഏത് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് പ്രസൻറ്റേഷൻ ലെയർ എന്നുള്ള ഒരു പേരും വന്നത്. അപ്പോൾ ഈ പ്രസൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഡാറ്റേനെ ഡിജിറ്റൽ ഫോമിലോട്ട് മാറ്റിയിട്ട് പിന്നെ അതിനെ എൻകോഡ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യും. എൻകോഡിങ്ങും എൻക്രിപ്ഷനും നടക്കുന്നുണ്ട് ഈ പ്രസൻറ്റേഷൻ ലെയറിൽ. അങ്ങനെ ടോട്ടൽ അതിൻ്റെ ഒരു അപ്പിയറൻസ് തന്നെ മാറ്റിയിട്ടാണ് ഈ പ്രസൻറ്റേഷൻ ലെയറിന് ഡാറ്റ എവിടത്തേക്കാണ് പോകുന്നത്, ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് അല്ലേ, അല്ല സെഷൻ ലെയറിലേക്ക്. ഓക്കെ, പ്രസൻറ്റേഷൻ ലെയറിന് സെഷൻ ലെയറിലേക്കാണ് പോകുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ ഇമേജിനകത്ത് കാണാൻ പറ്റും. അതിനകത്ത് ഓരോ ലെയറിനെ പറ്റി എഴുതിയ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് ഈ സ്ക്വയറായിട്ട് വരച്ചിട്ടുള്ളത് പ്രസൻറ്റേഷൻ ലെയറാണ്. ഓക്കെ, പ്രസൻറ്റേഷൻ ലെയറിനകത്ത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എൻകോഡഡ്, എൻക്രിപ്റ്റഡ് ആൻഡ് കംപ്രസ്ഡ് ഡാറ്റ. എൻകോഡഡ്, എൻക്രിപ്റ്റഡ് ആൻഡ് കംപ്രസ്ഡ് ഡാറ്റ. പിന്നെ H6 എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡറിൻ്റെ നെയിമും കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് കാണാം ഫ്രം ആപ്ലിക്കേഷൻ ലെയർ. ഏറ്റവും മുകൾ ഭാഗത്ത് ഈ L7 ഡാറ്റ എന്ന് എഴുതിയതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എഴുതിയ കാണാം ഫ്രം ആപ്ലിക്കേഷൻ ലെയർന്ന്. അതിൻ്റെ ഏറ്റവും താഴെ കാണാം L6 ഡാറ്റ, അതിൻ്റെ താഴെ കാണാം ടു സെഷൻ ലെയർ. അതായത് പ്രസൻറ്റേഷൻ ലെയറിലേക്ക് ഡാറ്റ വരുന്നത് ആപ്ലിക്കേഷൻ ലെയറിനകത്തു നിന്നാണ്. അതിന് നമ്മൾ L7 ഡാറ്റ, ലെയർ 7 ഡാറ്റ എന്ന് പറയും. ഓക്കെ, അതിനുശേഷം ഈ പ്രസൻറ്റേഷൻ ലെയറിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അതിനകത്തുള്ള എന്തൊക്കെ ടാസ്ക് ആണോ ഈ പ്രസൻറ്റേഷൻ ലെയറിനുള്ളത്, ആ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഔട്ട്പുട്ട്, പ്രസൻറ്റേഷൻ ലെയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ഡാറ്റ എൻകോഡ് ചെയ്തിട്ടുണ്ടാവും, എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ കംപ്രസ് ചെയ്തിട്ടുണ്ടാവും. കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിൽ മനസ്സിലാത്ത ഏതെങ്കിലും വേർഡ് ഉണ്ടോ? എൻകോഡ്, എൻക്രിപ്റ്റ്, കംപ്രസ് എന്ന് പറയുന്നതിൽ എൻകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ കോഡ് ഫോമിലേക്ക് മാറ്റുക. ആസ്കി ക്യാരക്ടർ ആണെങ്കിൽ അതിനെ ബൈനറി കോഡിലേക്ക് മാറ്റുന്നതിനാണ് എൻകോഡ് എന്ന് പറയുക. ഓക്കെ, ഡെസിമൽ ഫോർമാറ്റിൽ നിന്ന് ബൈനറിയിലേക്ക് മാറ്റുന്നതിനെ എൻകോഡിംഗ് എന്ന് പറയും. നമ്മൾ പറഞ്ഞു ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ചാപ്റ്ററിനകത്ത് ഏതൊരു ഡാറ്റയെയും നമ്മൾ സീറോകളും വണ്ണുകളായിട്ട് മാറ്റും അല്ലേ, അതാണ് ഈ പ്രസൻറ്റേഷൻ ലെയർ ചെയ്യുന്നത്. പിന്നെ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റയെ അതേ രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യാതെ എന്താണ് ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അതിനെ ചേഞ്ച് ചെയ്യും.
ഇപ്പോൾ നമ്മൾ PSCക്കൊക്കെ ചോദിക്കുന്ന കാണാം ചില ക്വസ്റ്റ്യൻസ്. ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നമ്പർ എഴുതിയിട്ട് അതിൻ്റെ നെക്സ്റ്റ് നമ്പർ ഏതാണെന്നൊക്കെ ചോദിക്കും അല്ലേ. അത് ഒരു പർട്ടിക്കുലർ ഒരു ഫോം ഉണ്ടാവും, ഒരു ഇക്വേഷൻ ഉണ്ടാവും, അതിനകത്ത് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും എങ്ങനെയാണോ ചേഞ്ച് ചെയ്തത്. ഇപ്പോൾ ചിലപ്പോൾ എല്ലാ നമ്പറിൻ്റെ കൂടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 മൈനസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഫോർമാറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതിനൊക്കെ എൻക്രിപ്ഷൻ എന്ന് പറയും. ഓക്കെ, അത് നമ്മൾ നേരിട്ട് ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഓക്കെ, ചിലരുടെ പേര് എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഒരു ലെറ്റർ ആഡ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ലൈജു എന്നുള്ളതാണെങ്കിൽ എല്ലിന് പകരം എൽ കഴിഞ്ഞിട്ടുള്ള എം എന്ന് യൂസ് ചെയ്യും, എക്ക് പകരം ബി യൂസ് ചെയ്യും. അങ്ങനെ ഓരോ ലെറ്റർ ഷിഫ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വായിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. പക്ഷേ അത് ഏത് രീതിയിലാണ് എൻക്രിപ്റ്റ് ചെയ്തതെന്നുള്ള അറിയാവുന്ന ഒരാൾക്ക് അത് ഡീക്രിപ്റ്റ് ചെയ്യാനും അറിയാം. അതുപോലെ തന്നെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് ഡാറ്റ റീഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അതൊക്കെ ചിലരൊക്കെ പല രീതിയിലും യൂസ് ചെയ്തു പണ്ടൊക്കെ, ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. മറ്റാർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്ന രീതി പണ്ട് കാലത്തും ഡിജിറ്റൽ ഫോർമാറ്റിലല്ല, ലെറ്റർ ഫോർമാറ്റിലും പലർക്കും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ സിപ്പ് ചെയ്യുക അല്ലേ. സിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻറാറൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ, കംപ്രസ് ചെയ്യാനുള്ള ടൂളാണ്. കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയുടെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ 8 ബിറ്റുള്ള ഒരു ഡാറ്റ ആണെങ്കിൽ അത് ഈ ഡാറ്റ ചാനലിലൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൂടുതൽ ബാൻഡ് വിഡ്ത്ത് വേണം, അതുപോലെ തന്നെ സൈസ് കൂടും. ഓക്കെ, ഡൗൺലോഡ് സൈസൊക്കെ കൂടും. അപ്പോൾ കംപ്രസ് ചെയ്തിട്ട് 8 ബിറ്റുള്ളതിനെ 4 ബിറ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ പക്ഷേ മീനിങ് മാറാൻ പാടില്ല. ഓക്കെ, നമ്മളെ ഡാറ്റ ചേഞ്ച് ആവാൻ പാടില്ല. ഇന്റേണലി ഡാറ്റ കറക്റ്റ് ആയിരിക്കണം, കറപ്റ്റ് ആവാൻ പാടില്ല. ഓക്കെ, ഡാമേജ് ഒന്നും വരാൻ പാടില്ല. പക്ഷേ കംപ്രസ്ഡ് ആയിട്ട് ഉള്ള ഒരു ഫോർമാറ്റിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് നെറ്റ്വർക്ക് ത്രൂ പാസ് ചെയ്യാൻ കുറഞ്ഞ റിസോഴ്സസ് മതി, കുറഞ്ഞ MB മതി. ഓക്കെ, മെഗാബൈറ്റ്സ് കുറച്ച് മതി, ഡാറ്റ ഫാസ്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് പ്രസൻറ്റേഷൻ ലെയറിലാണ്. പ്രസൻറ്റേഷൻ ലെയറിലേക്ക് അങ്ങനെ ചെയ്തിട്ടാണ് ഈ പ്രസൻറ്റേഷൻ ലെയർ ഡാറ്റ സെഷൻ ലെയറിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് നോക്കാം നമുക്ക്. ട്രാൻസ്ലേഷൻ, the process in two system exchange the information in the form of character, string, number and so on. Translation, the process in two systems exchange the information in form of character, strings, number and so on. Different computer uses different encoding methods. The presentation layer handles the interoperability between the different encoding methods. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ നെറ്റ്വർക്ക് എന്നുള്ളത് വേൾഡ് മുഴുവനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അല്ലേ. അപ്പോൾ വേൾഡ് മുഴുവനും യൂസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല പല തരത്തിലുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ചിലർ ഡാറ്റ റിസീവ് ചെയ്യുന്നത് ഫോണിലായിരിക്കും, മറ്റു ചിലർ ഡാറ്റ റിസീവ് ചെയ്യുന്നത് വിൻഡോസ് കമ്പ്യൂട്ടറിലായിരിക്കും, വേറെ ചിലർ ഡാറ്റ റിസീവ് ചെയ്യുന്നത് മാക്ബുക്കിലായിരിക്കും. മാക്ബുക്ക് നിങ്ങൾക്കറിയാം, ആപ്പിളിൻ്റെ അല്ലേ, ആപ്പിൾ കമ്പ്യൂട്ടർ. മറ്റു ചിലർ യൂസ് ചെയ്യുന്നത് ഉബുണ്ടു ലിനക്സ് വെർഷൻ ആയിരിക്കും. ഈ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തും അതിൻ്റെ എൻകോഡിംഗ് മെത്തേഡൊക്കെ വ്യത്യാസമായിരിക്കും അല്ലേ. ഓരോന്നും വ്യത്യസ്ത രീതിയിലായിരിക്കും അതിൻ്റെ എൻകോഡിംഗ് സിസ്റ്റമൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റേഷൻ ലെയർ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഏത് രീതിയിൽ എൻകോഡ് ചെയ്താലും അതിനൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കോമൺ നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു റൂൾ പ്രകാരം ഏത് നെറ്റ്വർക്കിൽ നിന്ന് അല്ല ഏത് ബേസിൽ
എൻകോഡ് ചെയ്താലും അത് മനസ്സിലാവുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, നെറ്റ്വർക്ക് റൂൾസ് ആണത്, പ്രോട്ടോകോൾസ് ആണത്. ഓക്കെ, ആ രീതിയിലോട്ട് അത് മാറ്റും. ഓക്കെ, അത് പ്രസൻറ്റേഷൻ ലെയറിൻ്റെ ഒരു ഫങ്ഷനാണ്. ദ പ്രസൻറ്റേഷൻ ലെയർ ഹാൻഡിൽസ് ദ interoperability between the different encoding methods. It converts the data from sender dependent format into a common format and changes the common format into receiver dependent format at the receiving end. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ മാക്ബുക്കിൽ നിന്നായാലും ലിനക്സിൽ നിന്നായാലും മൊബൈലിൽ നിന്നായാലും അത് എന്താ ചെയ്യുന്നത്, ഒരു കോമൺ ഫോർമാറ്റിലോട്ട് മാറ്റും. ഓക്കെ, മൊബൈലിൽ എൻകോഡ് ചെയ്തിട്ട് വെച്ച ഡാറ്റ ആണെങ്കിലും അത് പ്രസൻറ്റേഷൻ ലെയറിലെത്തുമ്പോൾ അത് ഒരു ഡീഫാൾട്ട് ആയിട്ടുള്ള ഒരു കോമൺ ഫോർമാറ്റിലോട്ട് മാറ്റും. അങ്ങനെയുള്ള കോമൺ ഫോർമാറ്റിലോട്ട് മാറ്റിയതിന് ശേഷമാണ് അത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറായിട്ടുള്ള സെഷൻ ലെയറിലേക്ക് വിടുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്, അത് റിസീവ് ചെയ്യുന്ന ആള് അവരുടെ സെഷൻ ലെയറിനകത്ത് എന്താണ് ഈ ഡാറ്റയെ തിരിച്ച് ആ റിസീവ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഏതാണോ, അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റിലോട്ട് ഡീകോഡ് ചെയ്തെടുക്കും. ഓക്കെ, അതാണ് ഈ പ്രസൻറ്റേഷൻ ലെയറിനകത്തുള്ള ട്രാൻസ്ലേഷൻ. അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എൻക്രിപ്ഷൻ ഈസ് നീഡഡ് ടു മെയിൻറ്റെയിൻ പ്രൈവസി. ഒരു നെറ്റ്വർക്കിൽ സെൻഡ് ചെയ്യുന്ന ഒരു ഡാറ്റ അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് മാത്രം, അതായത് അതിൻ്റെ ആക്ച്വൽ ഡെസ്റ്റിനേഷനിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് അത് റീഡ് ചെയ്യാൻ പാടുള്ളൂ. ഇടയിൽ വേറെ കമ്പ്യൂട്ടറും നെറ്റ്വർക്കൊക്കെ കണക്റ്റഡ് ആയിരിക്കും വേൾഡ് ഇൻ്റർനെറ്റിനകത്ത്. അപ്പോൾ മറ്റുള്ളവർക്ക് അത് റീഡ് ചെയ്യാൻ പാടില്ല. ആരാണോ അതിൻ്റെ റിസീവർ, ആക്ച്വൽ ഡെസ്റ്റിനേഷൻ ഏതാണോ അവർക്ക് മാത്രമേ ഇത് റീഡ് ചെയ്യാൻ റൈറ്റ്സ് ഉള്ളൂ. അപ്പോൾ എൻക്രിപ്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് സെൻഡർ ട്രാൻസ്മിറ്റഡ് ഇൻഫർമേഷൻ into another form and sends the resulting message over the network. ഇപ്പോൾ സാധാരണ ഒരാൾ സെൻഡ് ചെയ്യുന്ന സെൻഡർ സെൻഡ് ചെയ്യുന്ന ഡാറ്റ അതേ രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യാതെ ഒരു വേറെ ഫോമിലോട്ട് മാറ്റും. അതായത് മറ്റുള്ള ആർക്കും റീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫോമിലോട്ട് മാറ്റും. അതിനുശേഷമാണ് നെറ്റ്വർക്ക് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്, വേറെ ആൾക്കാർ അല്ലെങ്കിൽ വേറെ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടർ അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ. പിന്നെ വരുന്നത് കംപ്രഷൻ. ഡാറ്റ കംപ്രഷൻ ഈസ് എ പ്രോസസ് ഓഫ് കംപ്രസിംഗ് ഡാറ്റ. ദാറ്റ് ഈസ് ഇറ്റ് റെഡ്യൂസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ടു ബി ട്രാൻസ്മിറ്റഡ്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു 64 ബിറ്റ് ഉള്ളതാണെങ്കിൽ 32 ബിറ്റിലോട്ട് സൈസ് കുറയ്ക്കും. ഡാറ്റ കംപ്രഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മൾട്ടിമീഡിയ സച്ച് ആസ് ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ. ഇപ്പോൾ വീഡിയോ ഡാറ്റ ഒക്കെ ആണെങ്കിൽ വളരെ സൈസ് കൂടുതലുള്ള ഡാറ്റ ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ ഡാറ്റ കംപ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എന്താണ്, ഈ ബാൻഡ് വിഡ്ത്ത് വഴി ഡാറ്റ സെൻഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഓക്കെ, മിഡിൽ എറർ വരും, അങ്ങനെയുള്ള പ്രോബ്ലം, സ്പീഡ് വളരെ കുറയും. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ വീഡിയോ ഫോർമാറ്റൊക്കെ വളരെ കംപ്രസ് ചെയ്തതിന് ശേഷം സൈസ് കുറയ്ക്കും. അതിന് ശേഷമാണ് സെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് റിസീവ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോസസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, ഈ കംപ്രസ് ചെയ്ത ഡാറ്റേനെ വീണ്ടും എന്താണ് എക്സ്ട്രാക്ട് ചെയ്യും, ഒറിജിനൽ ഫോമിലോട്ട് മാറ്റും. അതിനുശേഷമാണ് അതിൻ്റെ നെക്സ്റ്റ് ലെയറിലേക്ക് പാസ് ചെയ്യുക. സം പ്രോട്ടോകോൾസ് യൂസ്ഡ് ഇൻ പ്രസൻറ്റേഷൻ ലെയർ
ആപ്പിൾ ഫയലിംഗ് പ്രോട്ടോകോൾ AFP. ഇത് ആപ്പിൾ കമ്പ്യൂട്ടർ മാക്ബുക്കിനകത്ത് യൂസ് ചെയ്യുന്ന എന്തായിരിക്കും, ഫയൽ സിസ്റ്റം ആയിരിക്കും. ഫയൽ സിസ്റ്റം എന്നല്ല, എൻക്രിപ്ഷൻ മെത്തേഡ് ആയിരിക്കും. പിന്നെ ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ ICA. പിന്നെ ലൈറ്റ് വെയ്റ്റ് പ്രസൻറ്റേഷൻ പ്രോട്ടോകോൾ. ലൈറ്റ് വെയ്റ്റ് അത് മിക്കവാറും ഇതിനുള്ളതായിരിക്കും, എന്ത്, കംപ്രഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കും ലൈറ്റ് വെയ്റ്റ് പ്രസൻറ്റേഷൻ പ്രോട്ടോകോൾ. പിന്നെ നെറ്റ്വെയർ പ്രോട്ടോകോള്. നെറ്റ്വെയർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ്, വിർച്വൽ VPN അതുപോലെയൊക്കെയുള്ള, VPN എന്നല്ല, ഓൺലൈൻ നെറ്റ്വർക്ക് എന്നും പറയാൻ പറ്റില്ല, ടെൽനെറ്റ്, റിമോട്ട് ആക്സസ്. ഓക്കെ, നെറ്റ്വെയറും പിന്നെ നെറ്റ്വർക്ക് ഡാറ്റ റെപ്രസെൻറ്റേഷൻ, ടെൽനെറ്റ്, ഇതൊക്കെ എന്താണ്, റിമോട്ട് ആക്സസിന് വേണ്ടിയിട്ട്, റിമോട്ട് ഡെസ്ക്ടോപ്പ് ആക്സസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിമോട്ട് ടെർമിനൽ ആക്സസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ടോക്സ് എന്ന് പറയുന്നത് എന്താണ്, നെറ്റ്വർക്ക് ലെയറിലും പ്രസന്റേഷൻ ലെയറിലും ആപ്ലിക്കേഷൻ ലെയറിലും യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. 2 ലെയറിലും ഇത് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ആപ്ലിക്കേഷൻ അല്ല. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ അല്ല. ഓക്കെ, an application layer serves as a window for users. Okay, a window for users and application process to access network service. അപ്പോൾ നെറ്റ്വർക്ക് സർവീസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, യൂസേഴ്സിനും ആപ്ലിക്കേഷനും ഒരു വിൻഡോ പ്രൊവൈഡ് ചെയ്യും. അതാണ് ആപ്ലിക്കേഷൻ ലെയർ ചെയ്യുന്നത്. അതായത് എന്താണ്, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വേൾഡ് വൈഡ് വെബ് www എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നമ്മൾ ഏതെങ്കിലും പേജൊക്കെ കാണുന്നില്ലേ, അപ്പോൾ അത് ആപ്ലിക്കേഷൻ ലെയറിൻ്റെ അകത്തുള്ള ഒരു പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ് വേൾഡ് വൈഡ് വെബ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സർവീസാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, ഗൂഗിൾ ക്രോം, ഫയർഫോക്സ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, അതൊക്കെ ആപ്ലിക്കേഷൻ ലെയറിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ട് ഉള്ള സോഫ്റ്റ്വെയർ ആണ്. ഒന്നുകൂടി വായിച്ചു നോക്കാം നമുക്കിത്. An application layer serves as a window for users and application process to access network service. Okay. It handles issues such as network transparency, resource allocation, etc. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയർ ആണ് നെറ്റ്വർക്ക് ട്രാൻസ്പെറൻസിയും പിന്നെ നെറ്റ്വർക്കിൻ്റെ റിസോഴ്സ് അലോക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതതിൻ്റെ ഫങ്ഷൻസ് ആണ്. an application layer is not an application. ഓക്കെ, ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ അല്ല, ബട്ട് ഇറ്റ് പെർഫോംസ് ദ ആപ്ലിക്കേഷൻ ലെയർ ഫങ്ഷൻസ്. ഓക്കെ, ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫങ്ഷൻസ് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. അല്ലാതെ ആ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ലെയർ ആണെന്ന് അർത്ഥമില്ല. ഓക്കെ, ആപ്ലിക്കേഷൻ ലെയർ ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ, ബട്ട് ഇറ്റ് പെർഫോംസ് ദ ആപ്ലിക്കേഷൻ ലെയർ ഫങ്ഷൻസ്. ഓക്കെ, ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ഫങ്ഷൻസ് ആണ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്.
ദിസ് ആപ്ലിക്കേഷൻ ലെയർ പ്രൊവൈഡ്സ് നെറ്റ്വർക്ക് സർവീസസ് ടു എൻഡ് യൂസേഴ്സ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സിമ്പിൾ കണ്ടാൽ നമുക്കറിയാം ഈ ഒരു ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്ന ലെയറിലേക്കാണ് ആക്ച്വൽ യൂസർ ഉപയോഗിക്കുന്നത്. യൂസറിൻ്റെ സിമ്പിൾ കാണാൻ ഏറ്റവും മുകളിൽ അവരാണ് ഈ ആപ്ലിക്കേഷൻ ലെയർ യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെയറിലുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഇത് X400 X500 എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇമേജിനെ കൺവേർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫയൽ ട്രാൻസ്ഫർ അതൊക്കെ ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലെയറിനകത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലെയറിൻ്റെ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിലേക്കാണ് ഒരു യൂസർ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ആ ഒരു ഡാറ്റയെ ആണ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം പ്രസൻറ്റേഷൻ ലെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ആപ്ലിക്കേഷൻ ലെയർ പറഞ്ഞു. FTA ഫയൽ ട്രാൻസ്ഫർ ആൻഡ് മാനേജ്മെൻറ്റ്, FTAM. ഓക്കെ, നമ്മളിപ്പോൾ എന്തെങ്കിലും റിമോട്ട് സെർവറിലേക്കൊക്കെ ഫയൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഫയൽ എവിടത്തേക്ക് നമ്മൾ ഗൂഗിളിലേക്കോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് നമ്മളൊരു ഇമേജ് സെർച്ച് ചെയ്തിട്ട് കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഉള്ള എന്താണ് പ്രോട്ടോക്കോളാണ് ഫയൽ ട്രാൻസ്ഫർ ആക്സസ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന FTAM എന്ന് പറഞ്ഞ പ്രോട്ടോക്കോള്. പിന്നെ an application layer allows a user to access files in a remote computer to retrieve the files from a computer to manage the files in a remote computer. അപ്പോൾ ഇതിൽ അറിയാൻ പറ്റും നമുക്ക് എന്താണ് ഒരു റിമോട്ട് കമ്പ്യൂട്ടറിനകത്ത് നിന്ന് ഒരു ഫയൽ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് FTAM. അതുപോലെ തന്നെ ടു റിസീവ് ഫയൽസ് ഫ്രം എ കമ്പ്യൂട്ടർ ടു മാനേജ് ദ ഫയൽസ് ഇൻ എ റിമോട്ട് കമ്പ്യൂട്ടർ. മറ്റൊരു അതായത് ഗൂഗിൾ പോലെയുള്ള ഒരു എക്സാമ്പിളാണ്. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു നമ്മളെ സംബന്ധിച്ച് അത് വെറൊരു വെബ്സൈറ്റ് അല്ലേ. പക്ഷേ ഗൂഗിളിൻ്റെ സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകൾ ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അതിലുള്ള ഓരോ കമ്പ്യൂട്ടറിനകത്തും ഉള്ള ഡാറ്റയാണ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ കമ്പ്യൂട്ടറിലും നമ്മുടെ കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് FTAM, ഫയൽ ട്രാൻസ്ഫർ ആക്സസ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോട്ടോക്കോള്. ഇത് ആപ്ലിക്കേഷൻ ലെയറിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഗൂഗിൾ വഴി സെർച്ച് ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു കാര്യം ഈ പ്രോട്ടോക്കോളിൻ്റെ ഒരു യൂസാണ്. പിന്നെ മെയിൽ സർവീസ്. An application layer provides the facility for mail forwarding and storage. നമ്മൾ ജിമെയിൽ അല്ലെങ്കിൽ ഔട്ട്ലുക്ക് അതുവഴി ഉള്ള ഏതെങ്കിലും ഒരു മെയിൽ സർവീസ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്താണ് SMTP പിന്നെ POP3 അതുപോലുള്ള പ്രോട്ടോകോൾസുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് നമ്മൾ നേരിട്ട് ആപ്ലിക്കേഷൻ ലെയറിനകത്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് എന്താണ് ഗൂഗിൾ മെയിൽ അല്ലെങ്കിൽ ജിമെയിൽ അല്ലെങ്കിൽ ഔട്ട്ലുക്ക് അല്ലേ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് വരുന്ന പ്രോട്ടോകോൾസാണ് ഇതിനകത്ത് താഴെ കാണിച്ചിട്ടുള്ള HTTPS എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏത് വെബ്സൈറ്റ് എടുത്ത് തുറന്നാലും കാണുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, അതാണ് ഗൂഗിളിൻ്റെ മുന്നിൽ എഴുതിയിട്ടുള്ളത് അല്ലേ, https:/google.com. പിന്നെ നമ്മൾ ഏതെങ്കിലും ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം FTP എന്നുള്ള എഴുതിയിട്ട് 2 സ്ലാഷ് ഉണ്ടാവും. അത് ഫയൽ സെർവറിൻ്റെ അഡ്രസ്സാണ്. FTP എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ആ ഫയൽ സെർവറിൻ്റെ അഡ്രസ്സ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോള് നമ്മൾ പഠിച്ചു ഔട്ട്ലുക്കിനകത്ത് അല്ലേ, POP3 പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ 3. പിന്നെ SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. പിന്നെ ഡൊമെയിൻ നെയിം സിസ്റ്റം DNS. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ ലെയറിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളുകൾ. ഓക്കെ, പിന്നെ ഡയറക്ടറി സർവീസ്.
An application provides the distributed database resource and is used to provide that global information about various object. ഇപ്പോൾ നേരത്തെ ഇതിനകത്ത് പറഞ്ഞ ഈ X400 X500 അതൊക്കെ ഡയറക്ടറി സർവീസ്, അതാണ് ഡയറക്ടറി സർവീസിന് യൂസ് ചെയ്യുന്നതാണ്. An application provides the distributed database sources and is used to provide that global information about various objects. നേരത്തെ പറഞ്ഞ് നമ്മൾ ഗൂഗിളിനകത്ത് ഫയൽ സെൻഡ് ചെയ്യുന്നതും ഓക്കെ. അപ്പോൾ ആ ഒരു ഡയറക്ടറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ ലെയർ ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൊത്തത്തിൽ പറയാനുള്ളത് OSI മോഡലിനെ പറ്റി. അപ്പോൾ ഒന്ന് ഓടിച്ച് പോവുകയാണെങ്കിൽ ചെറുതായിട്ട് ഒരു നേരെ തിരിച്ച് മുകളിലോട്ട് പോയി പറയാം, നോക്കാം അല്ലേ. നമ്മൾ ആപ്ലിക്കേഷൻ ലെയറിൽ ഗൂഗിൾ അതുപോലത്തെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗൂഗിളോ അല്ലെങ്കിൽ വെബ്സൈറ്റോ അല്ല ആപ്ലിക്കേഷൻ ലെയർ, ഓക്കെ, അതല്ല ആപ്ലിക്കേഷൻ ലെയർ. പക്ഷേ എന്താണ്, അതൊക്കെ ഈ ഗൂഗിൾ പോലെ അല്ലെങ്കിൽ വെബ്സൈറ്റ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ആപ്ലിക്കേഷൻ ലെയറിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ. ഗൂഗിൾ അല്ലെങ്കിൽ വെബ്സൈറ്റിനകത്ത് ഇമെയിലിനകത്തൊക്കെ എന്താണ് ആപ്ലിക്കേഷൻ ലെയറിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ഇൻഫർമേഷനാണ് പ്രസൻറ്റേഷൻ ലെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രസൻറ്റേഷൻ ലെയറിനകത്ത് സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? ഇതിനകത്ത് ഇമേജിൽ കാണാൻ പറ്റും. പ്രസൻറ്റേഷൻ ലെയറിലേക്ക് ഡാറ്റ വരുന്നത് ആപ്ലിക്കേഷൻ ലെയറിനകത്തു നിന്നാണ്, ഓക്കെ. പ്രസൻറ്റേഷൻ ലെയറിനകത്തേക്ക് ഡാറ്റ വരുന്നത് ആപ്ലിക്കേഷൻ ലെയറിനകത്തു നിന്നാണ്. അപ്പോൾ അതിനകത്തോട്ട് എന്താണ്, ആ ഡാറ്റയെ എൻകോഡ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് കംപ്രസ് ചെയ്തിട്ടാണ് ഈ പ്രസൻറ്റേഷൻ ലെയർ നെക്സ്റ്റ് ലെയറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലേ. എൻകോഡിങ്ങും എൻക്രിപ്ഷനും പിന്നെ കംപ്രഷനും. അത് മാത്രമല്ല, പിന്നെ കംപ്രഷനും എൻക്രിപ്ഷനും ട്രാൻസ്ലേഷനും, അല്ലേ. അതായത് എൻകോഡിങ് അത്രയും ചേർന്നിട്ടാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള സെഷൻ ലെയർ ഡാറ്റ വരുന്നത്, ഓക്കെ, സെഷൻ ലെയറിൽ എത്തുന്ന ഡാറ്റന് എന്താ സംഭവിക്കുന്നത്? സിങ്ക്രണൈസ് ചെയ്യും, അല്ലേ. സിങ്ക്രണൈസ് ചെയ്യും. അതുപോലെ തന്നെ അതിനകത്ത് എന്താണ്, ഈ ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്യും, ഓക്കെ. ആ ഒരു ഡാറ്റയ്ക്കകത്ത് ചെക്ക് പോയിന്റ്സുകൾ, ഏത് ഓർഡറിലാണോ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് എവിടെ നിന്നാണോ മിസ്സിങ് ആവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന് ഒരു ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്യും, ഓക്കെ. അത് ഹെഡറിലോട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ചെയ്യുന്ന ഡാറ്റ, അതുപോലെ തന്നെ സിങ്ക്രണൈസേഷൻ, ഓക്കെ, ലെയർ 6 എന്ന് വരുന്ന ഡാറ്റേനെ സിങ്ക്രണൈസ് ചെയ്യുന്നത് പിന്നെ സെഷൻ ലെയറിലാണ്, ഓക്കെ. പ്രസൻറ്റേഷൻ ലെയറിനകത്ത് നിന്ന് വരുന്ന ഡാറ്റയെ സിങ്ക്രണൈസ് ചെയ്യും, ഓക്കെ, ചെറിയ സെഗ്മെൻറ്റുകളാക്കി സിങ്ക്രണൈസ് ചെയ്യും. പിന്നെ അതിന് ശേഷമാണ് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് പോകുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൽ എന്താണ് സംഭവിക്കുന്നത്? ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് IP അഡ്രസ് അല്ല പോർട്ട് അഡ്രസ് ആഡ് ചെയ്യും, ഓക്കെ. നെറ്റ്വർക്ക് ലെയറിലാണ് IP അഡ്രസ് ആഡ് ചെയ്യുന്നത്, കേട്ടോ. ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് ഇതിനകത്തോട്ട് പോർട്ട് അഡ്രസ് ആഡ് ചെയ്യും. ഏത് പോർട്ടിലേക്കാണ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് ആഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഡാറ്റ കൺട്രോൾ, ഓക്കെ. ഡാറ്റ കറക്ഷൻ, എന്തെങ്കിലും എറർ കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്ലോ കൺട്രോള് ചെക്ക് ചെയ്യും. അതൊക്കെ ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് വരുന്ന ഫീച്ചേഴ്സാണ്. പിന്നെ നെറ്റ്വർക്ക് ലെയറിനകത്ത് വരുന്നതാണ് IP അഡ്രസ്സ് ആഡ് ചെയ്യുന്നത്, ഓക്കെ. ടാർഗറ്റ് കമ്പ്യൂട്ടറിൻ്റെ അതുപോലെ തന്നെ സോഴ്സ് കമ്പ്യൂട്ടറിൻ്റെയും IP അഡ്രസ്സ് ആഡ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ്. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിനകത്ത് എന്താണ്, ഹെഡറും
ട്രെയിലറും ആഡ് ചെയ്യും. അതിനകത്തോട്ട് മാക് അഡ്രസ്സ് അതുപോലെ തന്നെ എറർ കൺട്രോൾ ചെയ്യാനുള്ള CRC ഡാറ്റ ആഡ് ചെയ്യും. പിന്നെ ഫിസിക്കൽ ലെയറിനകത്ത് എന്താണ്, അങ്ങനെ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഡാറ്റ ആയിരിക്കും ഫിസിക്കൽ ലെയറിൽ വരുന്നത്. ആ ഒരു ഡിജിറ്റൽ സിഗ്നൽ എന്താണ്, ഫിസിക്കൽ കേബിൾ വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് ഫിസിക്കൽ ലെയറിൻ്റെ ജോബ്. ഓക്കെ, OSI മോഡൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ TCP/IP മോഡലായിരിക്കും നമ്മൾ പഠിക്കുക. ഓക്കെ.